ഹലോ കഥാൻ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബോക്സ് ഓഫീസ് മമ്മൂക്ക വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 ഡേയ്സിൽ 75 crores ആണ് കളങ്കാവലിന്റെ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ 75 crores ഇൻ 10 days എന്ന് പറയുന്നത് മാസീവ് ഫിഗർ ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഇലക്ഷൻ ടൈമിലാണ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മമ്മൂക്ക നായകനായിട്ടൊന്നല്ല വന്നിട്ടുള്ളത്, ഒരു വില്ലൻ റോൾ ചെയ്തിട്ടാണ് ഇത്രയും ഒരു 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 എന്താ പറയാ ക്രൗഡിനെ മമ്മൂക്ക തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതും വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്ക് മിക്സഡ് അഭിപ്രായങ്ങളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അല്ലാണ്ട് ഒരു ഹെവി പോസിറ്റീവ് അഭിപ്രായം ഒന്നും ആയിരുന്നില്ല. അതും ഈ സിനിമ കാണാൻ ആൾക്കാരെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നുന്നത് മമ്മൂക്ക വില്ലൻ റോൾ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെയാണ്. അല്ലാണ്ട് ഞാൻ എന്റെ ചാനൽ തന്നെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതൊരു ആരും കാണാത്ത തരം ഒരു ത്രില്ലർ സിനിമ, അല്ലാണ്ട് ഭയങ്കര പെർഫോമൻസ് ത്രില്ലർ സിനിമ എന്നൊന്നുമല്ല. മമ്മൂക്ക അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം, ആ ക്യാരക്ടറിന്റെ പെർഫോമൻസ് അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ നട്ടല് എന്ന് പറയുന്നത്. ആൻഡ് 10 ദിവസത്തിൽ ഇത്രയും ഒരു ഹ്യൂജ്, എനിക്ക് വേണം മമ്മൂക്കയുടെ ബാക്കിയുള്ള സിനിമ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കളക്ഷൻ കൊണ്ടുവന്നിട്ടില്ല. ഇത് കളക്ഷൻ കൊണ്ടുവന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ, ബാക്കിയുള്ള സിനിമകളൊക്കെ നായകനായിട്ടായിരുന്നു അത്രയും കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു വില്ലൻ റോൾ ചെയ്തിട്ട് ഇത്രയും ഒരു എന്താ പറയാ കളക്ഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ്സ് മാസീവ്. എന്ത് പറഞ്ഞാലും അത് മാസീവ് തന്നെയാണ്, മാസീവ് എന്താ പറയാ ഫിഗർ തന്നെയാണ് ഈ ഒരു ഗ്രോസ് കളക്ഷൻ, അതും 10 ഡേയ്സിൽ. ഇനിയും ആ, ദിവസങ്ങളുണ്ട്, ബാക്കിയുള്ള ദിവസങ്ങളുടെ റിപ്പോർട്ട് വരുമ്പോൾ ബാക്കി കാണാം. എന്തായാലും അടിപൊളി. ആൻഡ് അതിന്റെ കൂടെ 2 ദിവസം മുന്നേ ഒരു സക്സസ് ടീസർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ സക്സസ് ടീസർ ഒന്ന് കണ്ടുനോക്കാം, എന്നിട്ട് അതൊന്ന് ജസ്റ്റ് റിയാക്ട് ചെയ്യാം. അതായിരുന്നു ഇന്നത്തെ ടോപ്പിക്. അതിന്റെ കൂടെ ഈ ഒരു പോസ്റ്ററും കൂടി അവർ പുറത്തു വിട്ടപ്പോൾ ഞാൻ അതും കൂടെ ജസ്റ്റ് ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുവരെ എത്ര ബോഡിയായി? സാർ ഇന്നലെ വരെ 11. സാർ ദൈവമേ, ഇപ്പൊ കാണിച്ച സീൻ കണ്ടവർക്കറിയാം അതിന്റെ ഒരു തിയേറ്റർ ഇമ്പാക്ട് എന്തായിരുന്നു ഉള്ളത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല. മരിക്കുന്നത് വരെ അവന് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഭയങ്കര ഡേഞ്ചറല്ലേ? எல்லாம் சொல்லி நான் உனக்கு ஆசையை தூண்டி விட்டுட்டு உன்னை விட்டு நான் எங்கேயாவது எஸ்கேப் பண்ணா நீ என்ன பண்ணுவேன்? ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോൾ. ഏറ്റവും കൂടുതൽ സുഖം കിട്ടണ മനുഷ്യനെ കൊല്ലുമ്പോൾ. ഈ സിനിമ കണ്ടവർക്ക് അറിയാം. ഇതിന്റെ ആദ്യത്തെ സിനിമ തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ ഒരു 10 മിനിറ്റ് തന്നെ, അത് ടീച്ചറിലും കാണിച്ചിട്ടുണ്ട് തുടക്കത്തില്, ആ ഒരു സീനിൽ നിന്ന് മാത്രം ആ ഒരു ക്യാരക്ടറിന്റെ ഒരു മൊത്തത്തിലുള്ള പരിപാടി എങ്ങനെയാന്നുള്ളത് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ആൻഡ് അത് ഭയാനകമായിരുന്നു ആ സീൻ. അപ്പം തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് തന്നെ ഇപ്പം നമ്മുടെ മമ്മൂക്ക വില്ലനായിട്ട് ചെയ്യണം, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആവും എന്നൊക്കെ പറഞ്ഞാലും അത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണല്ലോ ആദ്യമായിട്ട് കാണാൻ പോണത് തിയേറ്ററിൽ. ഞാൻ കാണുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആ കാണിച്ചിട്ടുള്ള സീനും പിന്നെ ആ സിഗരറ്റ് വലിക്കണതും, അത് മതി ബാക്കിയുള്ള സിനിമയുടെ മമ്മൂക്ക ചെയ്യാൻ പോണ ആ ഒരു പരിപാടി എങ്ങനെയാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പിന്നെ പിന്നെ പോകെ പോകെ കുറെ സീനുകളുണ്ട്. അതിപ്പോ ഈ ടീസറിലും കാണിക്കുന്നുണ്ട്, മമ്മൂക്കയുടെ ആ സൈഡ് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എന്നിട്ട് ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ട് കേട്ടോ, അത് സ്പോയിലർ ഒന്നല്ല, വീട്ടിലിങ്ങനെ ഇരുന്ന് ഫാമിലി ആയിട്ട് TV കാണുന്ന ഒരു സീന്. അപ്പൊ ഞാൻ അങ്ങനെ ആദ്യമൊക്കെ എന്തൊരു നല്ല മനുഷ്യനാണ്, വീട്ടിലിരുന്ന് സ്വന്തം കുടുംബത്തിന്റെ കൂടെ മക്കളുടെ കൂടെ ഇരുന്ന് TV കാണുന്ന ഈ മനുഷ്യനാണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സീനിലുള്ള ആ ഒരു മാറ്റം, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് കളങ്കാവിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭയങ്കര ത്രില്ലർ ഒന്നൊന്നുമില്ല, പക്ഷെ മമ്മൂക്കയുടെ ആ ഒരു പരിപാടി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. ഐ മീൻ ഇറ്റ് വാസ് വർത്ത് വാച്ചിങ്. എന്റെ റിവ്യൂവിൽ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവും എന്ന് വിശ്വസിക്കണം. ആൻഡ് അതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ ഷെയർ ചെയ്യും. അപ്പൊ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതേപോലത്തെ വീഡിയോസ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ വീണ്ടും ഞാൻ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.